റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ വീഡിയോ ഉപയോഗിച്ചുള്ള ഓൺലൈൻ തട്ടിപ്പ് സംഘം വീണ്ടും സജീവമാകുന്നു. തിരുവനന്തപുരത്ത് നിരവധി പേരാണ് തട്ടിപ്പിനിരയായത്. രാജ്യത്തെ മികച്ച സംരംഭങ്ങളെക്കുറിച്ച് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ സംസാരിക്കുന്ന വീഡിയോ ഉപയോഗിച്ചാണ് തട്ടിപ്പ്. ചില സംരംഭങ്ങളിൽ പണം നിക്ഷേപിച്ചാൽ ഇരട്ടിയായി മടക്കി കിട്ടുമെന്നാണ് പ്രചാരണം. ബന്ധപ്പെടാനുള്ള ലിങ്കും ഒപ്പം നൽകും. സാമ്പത്തിക വിദഗ്ധൻ എന്ന പേരിൽ ഫോൺ വിളിച്ച് വിശ്വാസ്യത നേടിയാണ് തട്ടിപ്പ്. ഉത്തരേന്ത്യയിൽ നിന്നുള്ളവരാണ് തട്ടിപ്പുകാരിൽ കൂടുതലും. കേന്ദ്ര സർക്കാർ വിഷയത്തിൽ ഇടപെടണമെന്നാണ് തട്ടിപ്പിനിരയായവരുടെ ആവശ്യം. അനേക പ്രാവശ്യം ഫേസ്ബുക്കിൽ നിർമ്മല സീതാരാമൻ്റെ ശരിക്കും പ്രോപ്പറായിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഇങ്ങനെ ഒരു ആഡ് വരികയാണ്. നിങ്ങൾക്ക് നാളെ മുതൽ ഇൻകം ഉണ്ടാവും, ഒരു ഇൻകം ജനറേറ്റഡ് ഒരു ക്വാണ്ടം AI ആണെന്നൊക്കെ പറഞ്ഞിട്ട് നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് സത്യമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് ലേൺ മോർ എന്നുള്ളതിൽ നോക്കി. പിന്നെ അപ്പോഴത്തേക്ക് അടുത്ത ഓപ്ഷൻ വന്നു, ഒന്ന് ക്ലിക്ക് ചെയ്തു. ഒരു ലേഡി അത് റെപ്രസെൻ്റ് ചെയ്ത് വന്നു. 15,998 രൂപ ഉടൻ തന്നെ അടയ്ക്കുമെന്ന് പറഞ്ഞു. ഉടനെ അവർ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ തന്നു. അത് അവർ പറഞ്ഞ പ്രകാരമൊക്കെ ഞാൻ ചെയ്തു. നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു ആനന്ദ് ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളിനെ ഞങ്ങളെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്, ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉടനെ ആനന്ദ് ഉണ്ണികൃഷ്ണൻ വിളിക്കുകയാണ്. അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്യാഷ് യഥാർത്ഥത്തിൽ ആ അക്കൗണ്ടിലേക്ക് അങ്ങ് പോകണം. അവരത് ആ ക്യാഷ് അത് വിഡ്രോ ചെയ്യണം. അതിന് മുമ്പായിട്ടാണെങ്കിൽ പിന്നെ നമുക്കത് പരാതി കൊടുത്തിട്ടേ അതിനെ നമുക്ക് പിടിച്ചു വയ്ക്കാൻ കഴിയും. സുനിഷ യെലൂരിന്റെ വിശദാംശങ്ങൾ നൽകാൻ. സുനിഷ, ഒറിജിനലിനെ വെല്ലുന്ന ഫേക്ക് വീഡിയോകൾ ഒട്ടനവധി ഇറങ്ങുന്ന കാലമാണ്. ഇതിലിപ്പോൾ ഏതാ ഒറിജിനൽ എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതേപോലെ തന്നെ തട്ടിപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ ഓരോ ദിവസം ഓരോ തരത്തിലുള്ള തട്ടിപ്പുകളാണ്. ഇതിൽ ഒന്നും തിരിച്ചറിയാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ എങ്കിൽ പോലും ഇത്രയധികം തട്ടിപ്പ് നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് എന്നറിയാം. നിരന്തരം വാർത്തകൾ വരുന്നുണ്ടെന്നറിയാം. അപ്പോൾ ഓരോ തരത്തിൽ ഇത്തരത്തിൽ പൈസ ഇറക്കുന്ന കാര്യം, പണത്തെ ഇറക്കുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു 100 തവണയെങ്കിലും ആലോചിക്കണം എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇവർ തട്ടിപ്പിന് ഇരയായതെന്നാണ് പറയുന്നത്? എന്താണ് ഈ തട്ടിപ്പുകാരുടെ രീതി? ഇത് ഉത്തരേന്ത്യക്കാർ തന്നെയാണ് എന്നുള്ളതാണോ മനസ്സിലാക്കുന്നത് ഇതിന് പിന്നിൽ? ശ്രുതി, അതാണ് നേരത്തെ തന്നെ നമ്മൾ ഇത്തരത്തിലൊരു തട്ടിപ്പ് കാര്യം പറഞ്ഞതാണ്. അതായത് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ ഒരു AI വീഡിയോ ഉപയോഗിച്ചുകൊണ്ട് ഒറിജിനലിനെ വെല്ലുന്ന, ശ്രുതി പറഞ്ഞതുപോലെ ഒറിജിനലിനെ വെല്ലുന്ന വീഡിയോകൾ ഉപയോഗിച്ചുകൊണ്ട് നിക്ഷേപിച്ചാൽ, സംരംഭങ്ങളെ കുറിച്ച് പറയും, ഈ സംരംഭങ്ങളിൽ ഒന്നിൽ നിക്ഷേപിച്ചാൽ ഇരട്ടിയായി പിന്നീട് നമുക്ക് തിരിച്ചു എടുക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ഇത് താൻ തന്നെ ഉപയോഗിച്ചതാണ്, അല്ലെങ്കിൽ താൻ തന്നെ ഇത്തരത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ആളുകൾ എന്താണ് എന്നറിയാനായി ഈ ലിങ്കിൽ, താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും പിന്നാലെ തന്നെ ഒരു പോർട്ട് ഓപ്പൺ ആയി പോവുകയും ചെയ്യും. അങ്ങനെയാണ് ഇവരുടെ വയസ്സടക്കം ചോദിച്ച് ഇവരുടെ ഡീറ്റെയിൽസ് ചോദിക്കുകയും ആളുകൾ വിളിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. ആളുകൾ വിളിച്ചു തുടങ്ങിയാൽ പിന്നെ ഈ പറഞ്ഞതുപോലെ ഫിനാൻഷ്യൽ എക്സ്പേർട്ട് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വിളി വരുന്നു. കൃത്യമായി സ്വാഭാവികമായും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഗവൺമെന്റിന്റെ അണ്ടറിലാണ്, അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിലെടുക്കുന്നു. ശേഷമാണ് പണം നിക്ഷേപിക്കാൻ പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ പരാതി കൊടുത്ത അയാളെ സംബന്ധിച്ചിടത്തോളം 20,000 രൂപയായിരുന്നു നിക്ഷേപിക്കാൻ പറഞ്ഞത്. പക്ഷേ 60 വയസ്സിന് മുകളിലായതുകൊണ്ട് 15,000 രൂപ നിക്ഷേപിച്ചാൽ മതി എന്ന് പറയുന്നു. അദ്ദേഹം 15,000 രൂപ നിക്ഷേപിക്കുന്നു. വീണ്ടും 2 ദിവസം കൂടി ഫിനാൻഷ്യൽ എക്സ്പേർട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ ഫോൺ വഴി നിരന്തരം ബന്ധപ്പെടുകയും ചെയ്തു. പക്ഷേ 3 ദിവസം പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരു ബന്ധപ്പെടലും നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് തട്ടിപ്പ് നടക്കുന്നു എന്ന കാര്യം മനസ്സിലാകുന്നത്. ശ്രുതി പറഞ്ഞതുപോലെയാണ് നേരത്തെയും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. നിരവധി പേർക്ക് പത്തനംതിട്ടയിൽ മാത്രം കോടിക്കണക്കിന് രൂപ ചിലർക്ക് നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ആളുകൾ ഇപ്പോഴും ഈ തട്ടിപ്പിന്റെ വിവരങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇത്തരത്തിലുള്ള സംഘം സജീവമായിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ ആളുകൾ ഈ തട്ടിപ്പിന് ഇരയായി പോകുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം. ഇനി ഒരാൾ പോലും ഈ തട്ടിപ്പിന് ഇരയാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ഇത് വാർത്തയാക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടത്. നിലവിൽ ഇപ്പോൾ സൈബർ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട്. നിലവിൽ വിളിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ സംസാരിക്കുന്ന ആളുകളാണ്. ഉത്തരേന്ത്യയിൽ നിന്നുള്ള ആളുകൾ തന്നെ ആയിരിക്കാം എന്നുള്ളൊരു സൂചന മാത്രമാണുള്ളത്. പക്ഷേ ഈ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ തട്ടിപ്പിനിരയായവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര സർക്കാർ അടക്കം ഇതിലൊരു കൃത്യമായി ഇടപെടൽ നടത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള സ്കാം നടക്കുന്നുണ്ട്, എല്ലാവരും ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശം അത് രാജ്യവ്യാപകമായി നൽകണം എന്നുള്ളതാണ്. ഇതിപ്പോൾ കേരളത്തിലൊരു സ്ഥലത്ത് മാത്രം പ്രശ്നമല്ല, പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള തട്ടിപ്പ് വ്യാപകമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് കൃത്യമായി ഇതിൽ ഇടപെടുക, ആളുകൾ ഇനിയെങ്കിലും ഇതിൽ ചാടാതിരിക്കാനുള്ള വഴികൾ അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുകൂടി മുന്നറിയിപ്പായി ഉണ്ടാകണമെന്നുള്ളൊരു ആവശ്യമാണ് ഉയരുന്നത്. ശ്രുതി, തീർച്ചയായിട്ടും ഒരു മുന്നറിയിപ്പ് ആവശ്യമാണ്. ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത്. തട്ടിപ്പുകാർ നിരവധി പേരുണ്ട്. ഇത്തരത്തിൽ ആരെയാണ് തിരിച്ചറിയാൻ പറ്റില്ല. വിശ്വാസത്തെ നേടിയെടുക്കാൻ പല രീതിയിലുള്ള പണികളാണ് ഇവർ നടത്തുന്നത് എന്നുള്ളതാണ്. സുനിഷ യെലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.